യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ക്രിസ്തു അവതരിച്ചു എന്നുള്ളതാണ് ജഡാവതാരത്തിൻ്റെ ഏറ്റവും വലിയ നിഗൂഢതയെന്ന് പറയും. 100% ഹ്യൂമൻ, 100% ഡിവൈൻ. 100% ദൈവം, 100% മനുഷ്യനായി അവതരിച്ച ക്രിസ്തു. അപ്പോൾ ആ ക്രിസ്തു വചനം ജഡമായി തീർന്നുവെന്ന് യോഹന്നാൻ പറയുക. പക്ഷേ യോഹന്നാൻ പറയുന്ന വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 10 മുതലുള്ള വാക്യങ്ങൾ. അവൻ ലോകത്തിനുണ്ടായിരുന്നു, ലോകമോ അവനെ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. മുഴു ലോകത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്ന എല്ലാം ഉളവായത് ക്രിസ്തു മുഖാന്തരമാണ്. പക്ഷെ ലോകം അവനെ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് കൊടുത്തു, അധികാരം കൊടുത്തു. എല്ലാവരും വാക്യമൊന്നും ചേർന്ന് പറഞ്ഞ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അപ്പം ദൈവ മക്കളായി തീരുക, അവിടുന്ന് അധികാരം കൊടുത്തു. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വന്തത്തിലേക്ക് കർത്താവ് വന്നു. അവിടുത്തെ 1-ാമത്തെ വരമാണ്. ജഡാവതാരം എടുത്ത ക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവനെ ദൈവരൂപത്തിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്ത ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായാലും അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. ലോകം അവനെ അറിഞ്ഞില്ല. വിശാലമായ അർത്ഥത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല. പക്ഷേ യഹൂദൻ അവനെ അറിയാമായിരുന്നു. അവർ അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. 1-ാമത്തെ വരവിൽ ഒത്തിരി പേര് അറിഞ്ഞുമില്ല, കൈക്കൊണ്ടുമില്ല. ഇത് തന്നെ 2-ാമത്തെ വരവിലും സംഭവിക്കാനുള്ളൊരു സൂചനയുണ്ട്. ഇനിയും ഏറ്റവും ലോകം കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യപ്രത്യാശ എന്ന് പറയുന്നത്, അറിയാവുന്ന വചനങ്ങളെല്ലാവരും പറയണേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവിടുത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷേ ആ പ്രത്യാശയിൽ അവിടെ ഒരു ദുസൂചനയുണ്ട്. 1-ാമത്തെ വരവിൽ ചെല്ലാം അറിഞ്ഞില്ലെങ്കിൽ 2-ാമത്തെ വരവിലും പലരും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അങ്ങനെ ഒരു വളരെ ഗൗരവമായൊരു കാര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വരവിനെ അറിയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുക. ആ വരവിനെ അറിയുക. ഈ നമ്മളെല്ലാവരും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ആ വരവിനെ അറിയുക, ആ നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനമാണ് നമ്മളെ ഈ ക്രൂശിൻ്റെ പാതയിലേക്ക് നയിച്ചത്. അപ്പോൾ പള്ളിയും പള്ളി മതങ്ങളും പട്ടവും പള്ളിക്കാരെയും ഒക്കെ വിട്ടതും ഇന്നിരുന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസ സത്യങ്ങളിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനായിട്ടുള്ളൊരു കാര്യം കുറച്ചുകൂടെ നിത്യതയെക്കുറിച്ചൊരു ദർശനം കിട്ടിയത് കൊണ്ടാണ്, അല്ലേ? അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തു, കാംക്ഷിച്ചു. അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ച ഭൂരിപക്ഷം പേരും. അതിന് ഒരു മുഖാന്തരങ്ങൾ എന്നൊക്കെ ഉള്ളൂ. രോഗസൗഖ്യമോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായതൊക്കെ അതിനൊരു മുഖാന്തരം മാത്രമാണ്. എന്നാൽ അതിലൊക്കെ അപ്പുറത്ത് നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനം, അതായിരുന്നു നമ്മളെ വചനസത്യങ്ങളിലേക്ക് നയിച്ചത്. അതല്ലേ അതിൻ്റെ സത്യം ആണോ? അപ്പോൾ അത് വിടാൻ വേണ്ടി ഒത്തിരി വില കൊടുത്തവരുണ്ട്. ഇന്ന് വിശ്വാസ സമൂഹം ഒത്തിരി പേരുണ്ട്. ഇപ്പം കുണ്ടറയിലോട്ടൊക്കെ വന്ന കുറേ പേരുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അത് കുറവായിരുന്നു. എൻ്റെ അറിവിൽ ആദ്യമായിട്ട് പള്ളിമേടയിൽ സ്നാനപ്പെട്ടവരുടെ പേരിൽ വിസ്തരിക്കുന്ന എൻ്റെ വല്യപ്പൻ്റെ പെങ്ങളെയാണ്. ബലമായിട്ട് ആങ്ങളമാർ കൊണ്ടുപോയി പള്ളിമേടയിലിരുത്തി കൊച്ചു പെണ്ണിനെ വിസ്തരിച്ചു. പള്ളി ആറ്റിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് തന്നെ കൊണ്ടുപോയെന്നാണ് പറയും. ബലമായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ബലമായിട്ട് കൊണ്ടുപോയി വിസ്തരിച്ചപ്പോൾ ആ കൊച്ചു സഹോദരി കതിർ പോലിരുന്ന ഒരു പെൺകുട്ടി അച്ഛന്മാർ ചോദിച്ച ചോദ്യത്തിനെല്ലാം തന്നെ ആത്മാവിൽ ഉത്തരം പറഞ്ഞു. അപ്പോൾ വചനം ഇങ്ങനെ പടപടാന്ന് പറഞ്ഞപ്പം വല്യച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ആങ്ങളോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര ഇവളെ വിട്ടേക്ക്, ഇത് ഭയങ്കര സംഭവം, ഏതാണ്ട് നമുക്ക് പേടിയാന്ന് പറഞ്ഞു. കാരണം എല്ലാം ഇങ്ങനെ പടപടാമെന്ന് ആത്മാവിൽ ഉത്തരം പറയുക. അപ്പം പുള്ളിക്കാരത്ത് പറഞ്ഞു, കാറ്റ് ഇവിടെ നടിക്കുന്നു, കാറ്റ് ഇവിടേക്ക് പോകുന്നു എന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അച്ഛനെ അതുവരെ അതൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം നടന്ന സംഭവം കേട്ടോ. ഞാൻ ആരെയും കളിയാക്കിയതല്ല, എൻ്റെ പൊന്നെ, ഞാൻ ആരെയും കളിയാക്കത്തില്ല, തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ അന്നേരം പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ചതിൻ്റെ പേരിൽ പള്ളിയിൽ നിന്ന് മുടക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെയാണെന്നാണ് എൻ്റെ അറിവ്. ആദ്യമായിട്ട് കൽപ്പന വായിച്ച് മുടക്കുന്നത്, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ കൽപ്പന വായിച്ച് മുടക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെയാണ്. അപ്പോൾ അതിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടൊക്കെ കണ്ട് അന്ന് വിടാനുള്ള ഏറ്റവും വലിയ പാടി കുടുംബക്കല്ലറ പോകുമായിരുന്നു. കുടുംബക്കല്ലറ എന്ന് പറഞ്ഞ സംഭവമല്ലേ. പിന്നെ നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ, എനിക്ക് കുണ്ടറ അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ദേഷ്യം വരുമ്പോൾ നീ കൂടുതൽ പറയണ്ട, നിനക്ക് വല്ലതും പറയണ്ട, നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. ഈ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് എന്തിനാ പറയുന്നേ? അയ്യോ, ഭക്തി കൊണ്ടല്ല. അച്ചായനെ അടക്കിയേക്കുന്ന എവിടാ? വല്യപ്പൂപ്പൻ എവിടാ? വലിയ കാരണവരെവിടാ? ഒരു 3 അപ്പനെ ഒരുമിച്ച് വിളിക്കുന്നതിൻ്റെ പേരാണ്. എല്ലാവരെയും അടക്കിയേക്കുന്ന എവിടാ? പള്ളിയില്ല, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുക, നീ അങ്ങ് എവിടെ പോയി പറഞ്ഞാൽ മതി, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പള്ളിയിൽ എല്ലാ അച്ഛന്മാരെല്ലാം അപ്പന്മാരെല്ലാം കിടക്കുകയല്ലേ. നമുക്കൊന്നുമില്ല, പിള്ളേരൊക്കെ വരുമ്പം കൊണ്ട് കാണിക്കത്തില്ലായിരുന്നു ഇവിടെ കിടന്നെന്ന്. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നിട്ട് എവിടെ കാണിക്കാനൊക്കെ എല്ലാം പുതുക്കല്ലറിയല്ലേ.
ഇല്ലയോ? നിങ്ങൾക്കെല്ലാം പ്രൈവറ്റ് കല്ലറി ഉണ്ടോ? ഓ ഇല്ല, മിണ്ടുന്നില്ല ആരും. സത്യത്തിൽ ഇതെല്ലാം വിട്ടേ എന്തിനാ വിട്ടേ? ഒറ്റ ലക്ഷ്യത്തിലാണ്. കുറച്ചുകൂടെ നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനം കിട്ടിയതുകൊണ്ടല്ലേ വിട്ടത്? ആണോ? അതല്ലേ നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം, അതല്ലേ നിത്യതയ്ക്ക് പോകാൻ വേണ്ടി, അല്ലെ നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിലല്ലേ പലതും വിട്ടത്, അല്ലേ? അതൊക്കെ മോശപ്പെട്ട ഒരു കാര്യമാണോ? അല്ല. പള്ളിയൊക്കെ വിടുക എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട ചെറിയൊരു കാര്യമൊന്നുമല്ല. കാരണം പള്ളി എന്തൊരു ആഡംബരമാണ്. മധുബായൊക്കെ ഒന്ന് കാണാനില്ലേ? എന്തൊരു രസം അത് കാണാനൊരു അഴകില്ലേ? അവിടെ പള്ളിയില്ലേ? പിന്നെ പെരുന്നാളില്ലേ? പെരുന്നാളിന് എന്തെല്ലാം ഉണ്ട്? വെടിയില്ലേ? കൊടിയില്ലേ? പിന്നെ പെരുന്നാൾ എന്തൊരു ആഘോഷമാണ്. എൻ്റെ പിള്ളേരെന്ന് ചോദിക്കുക, നിങ്ങൾ എന്തുവാ ഇത്? ഒരു പെരുന്നാളിൽ എല്ലാ അവധിക്കും ഉപവാസ പ്രാർത്ഥന. സത്യമായിട്ടും സങ്കടം വന്നപ്പോൾ എന്നോട് ചോദിച്ചാണ്, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും അവധിക്കും എന്താ ക്രിസ്മസിന് ഉപവാസ പ്രാർത്ഥന, ന്യൂ ഇയറിന് ഉപവാസ പ്രാർത്ഥന, ഈസ്റ്ററിന് ഉപവാസ പ്രാർത്ഥന. മറ്റേ അവിടെയൊക്കെ എല്ലാം എന്തുകൊണ്ട്? പള്ളിക്കാണെങ്കിൽ പെരുന്നാളുണ്ട്. രസമല്ലേ പെരുന്നാൾ? പ്രാസയൊക്കെ വരുമ്പോൾ എന്തോ അരങ്ങാണ്. അതൊന്നും കാണാനില്ലേ? അതെല്ലാം വിട്ടില്ലേ? എന്തിനു വേണ്ടി വിട്ടേ? അല്ലേ? അപ്പം എൻ്റെ വല്യപ്പനായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അനൗൺസ് ചെയ്യുക. എന്നോ അനൗൺസ്മെൻ്റ് ആയിരുന്നു അറിയാമോ? ആ പള്ളിയുടെ റാസ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പച്ചന് ഏറ്റവും ഫ്രണ്ടിൻ്റെ ജീപ്പിൻ്റെ ബോണറ്റേ ഇരുന്നുകൊണ്ടൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഭക്തി നിർഭരമായ റാസ, സിറിയൻ കന്നനെ കുടിയേറ്റത്തെ ഓർപ്പിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ റാസ ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്ദം അടിവെച്ച് ഇതുവരെ വരികയാണ്. അപ്പം ഞങ്ങൾ പറയും പുറകെ പൂര അടി നടക്കുകയാണ്. അതാണ്. അപ്പം പെരുന്നാൾ, വെടി, അടി, റാസ, പിന്നെ ആകാശത്തേക്ക് നോക്കിയ കളറുകളിങ്ങനെ വിരിയല്ലേ. ഞാൻ നെഗറ്റീവല്ല പറഞ്ഞത്, സത്യമായിട്ടും പറഞ്ഞാണ്, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതെല്ലാം സത്യത്തിൽ ആകർഷകമല്ലേ, കണ്ണിനിമ്പോ അല്ലേ? ഇതെല്ലാം കുറേ പേര് വിട്ടത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? നിത്യതയെന്നുള്ള ഒറ്റ ദർശനത്തിലാണ്. അതല്ലായിരുന്നേ നമ്മളിതൊന്നും വിടത്തില്ല. വിടുവോ? ഇല്ല. അതല്ല സത്യം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു സുവിശേഷകനായതുകൊണ്ട് എന്തെല്ലാം റെസ്ട്രിക്ഷൻസാണ് ഉണ്ടായിട്ടുള്ളത്. വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ഒരുമാതിരി നല്ലപോലെ കൊച്ചിലെ പ്രസംഗിക്കുമായിരുന്നു. യൂത്ത് വേഷനിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ പ്രസംഗം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കും. എനിക്കിപ്പോഴും രാഷ്ട്രീയം ഇച്ചിരി ഇഷ്ടമാണ്. ഞാൻ 2 ദിവസം പ്രിപ്പയർ ചെയ്താൽ ഇലക്ഷന് പ്രസംഗിക്കാം. പക്ഷേ എനിക്ക് ഇലക്ഷന് പ്രസംഗിച്ചാൽ ജോൺസൺ എന്നെ വിളിക്കുമോ? ഞാൻ ഇന്ത്യൻ പൗരനല്ലേ, എനിക്ക് പോകാൻ ഒക്കുമോ? ഇല്ല. ഒരു നല്ല കലാസ്വാദന മൂടുണ്ട്. എത്രയോ അച്ഛന്മാരാണെന്നറിയാമോ? ബഹുമാനത്തോടെ പറയുന്നത്. അവർ നല്ല സിനിമയുടെയൊക്കെ അവതരണം നടത്തും, നിരൂപണം നടത്തും. ഞാനൊരു സിനിമ കണ്ടിട്ട് നിരൂപണം നടത്തിയ പിന്നെ എന്നെ വെച്ചേക്കുമോ ഇവിടെ? ഇല്ല. സോഷ്യൽ മീഡിയ പൊങ്കാല ഇടത്തില്ലേ? അപ്പം ഇതെല്ലാം ചുരുക്കിയതും ഒതുങ്ങിയതും എല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനാ? നിത്യതയെ കാര്യം. വിശ്വാസി ആയതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലേ? വിശ്വാസി എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ പറയും. ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു നല്ല സഹോദരനുണ്ട്. പുള്ളിയുടെ പേര്, എന്നെ സഹോദരൻ വെള്ളമടിച്ചാൽ വിളിക്കുന്ന അളിയാന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ വെള്ളമടിച്ചാൽ പിന്നെ എല്ലാവരും ആരാ? അളിയന്മാരാ. അളിയനെ ഭയങ്കര സ്നേഹമാണ് എന്നെ. വെള്ളമടിച്ചാൽ പിന്നെ പുള്ളി എന്നെ വിളിക്കും. അളിയനൊരു വട്ടം വെള്ളം അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയൻ എവിടാ? അത്യാവശ്യമായിട്ട് ടൗണിൽ വരെ വന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നളിയ മെനക്കെടുത്തരുന്ന മനുഷ്യനെ ചുമ്മാ കിടന്ന് എന്താ കാര്യം? കുറേ നേരം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അളിയ നിങ്ങളുടെ സഭയിൽ വരുന്ന ഒരു പാർട്ടി വിശ്വാസിയാണ്, ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട്, സാധനം മേടിക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പം വന്നേക്കാം, അവൻ എന്നെ ഞാൻ കാണട്ടെ, അപ്പം പിന്നെ അങ്ങ് പൊക്കോളല്ലോ. ഞാൻ വരുക, അളിയൻ എവിടാന്ന് ചോദിച്ചു. അളിയൻ പറഞ്ഞു, അവൻ്റെ ക്യൂവിൽ പുറകിൽ നിൽപ്പുണ്ടെന്ന്. ആ ക്യൂവിൽ ഞാൻ എവിടെ നിൽപ്പുണ്ട്? പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. നിൽക്കാൻ ഒക്കാത്ത എന്നാ കാര്യം? നീ ആരാ? വിശ്വാസിയായി. ഒരിക്കലെങ്കിലും നീ ഈ പള്ളി പോയതുകൊണ്ട് നിനക്ക് ഇവിടെ എന്ത് ചെയ്യാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എവിടെ പോനാ? നിത്യത വരെ. പിന്നെ അതുകൂടെ പോയില്ലേ എന്തോ ചെയ്യും? അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, അതിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ. ചിലരറിയാതെ പോകുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം ആരാന്നറിയാമോ? കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നാമത്തെ ഒരു വലിയ കാര്യങ്ങൾ, ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി, പക്ഷേ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല, ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഓർപ്പിക്കാൻ വരുന്നത്. അന്ന് കൊണ്ടുവരെ നമ്മുടെ ഇവിടെ നെല്ലിലെ വെച്ച് ജോൺസൻ്റെ വീട്ടിലെ കൺവെൻഷന് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു ഓർക്കുന്നില്ലെന്നല്ല, പിന്നെ എന്താ? അറിയുന്നില്ലെന്ന്. അത് അറിയുന്നില്ലെന്ന് പറഞ്ഞത് ആരെയാ? അവൻ്റെ നാമത്തിൽ അറിയപ്പെട്ടവരെ പോലും കർത്താവ് എന്ത് ചെയ്യാതിരിക്കാം? അറിയാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അറിയാമെന്നുള്ളതാണ് ആ ദിവസം ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തുമാത്രം നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. ആ വരവെങ്കിലും വിടപ്പെടാതിരിക്കാൻ. എന്നെ പേടിപ്പിക്കുന്ന 1-2 സംഭവങ്ങൾ ഞാൻ അങ്ങ് പറയാം.
ലൈവ് ഉണ്ടെന്ന് അറിയാം, എങ്കിലും എല്ലാ ബഹുമാനത്തോടെയും പറയുക, അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തിന് പോവുകയാണ്. തിരുവനന്തപുരത്തിന് പോകുമ്പോൾ എൻ്റെ വാഹനം ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിട്ട്, ഞാൻ വളരെ റെയറായിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, നേരിട്ട് ചെവിക്കകത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ വണ്ടിയെ വന്നൊരു വണ്ടി തട്ടി. ഞാനിത് ഒത്തിരി എടുത്ത് പങ്കുവെച്ചു. വണ്ടിയെ തട്ടിയപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു കൊടാമുട്ടൻ ഒരു ചെറുപ്പക്കാരൻ, അവനെ ഈ മണൽ മാഫിയയ്ക്കൊക്കെ ഒരു സമയത്ത് ആയ കാലത്ത് അവനിങ്ങനെ പോലീസിന് ഇവർക്ക് എസ്കോട്ടൊക്കെ പോകുന്നു, കൊടാമുട്ടനൊരു മുട്ടനാണ്. അപ്പോൾ അവനങ്ങ് കരി വന്നു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ട് വന്ന് തട്ടിയതാണ്, ഇനി ഇങ്ങോട്ട് വന്ന് സമാധാനം, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കായിരുന്നു. ഇറങ്ങിയാൽ വല്ല ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തോക്കാനും തന്നിട്ട് ഞാൻ എൻ്റെ ബസ്സേ കയറിയപ്പം പിന്നെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇവൻ ഇറങ്ങിപ്പോയത് അവൻ്റെ കാര്യം പറയാൻ. അപ്പം ഞാൻ ഇറങ്ങി ചെന്നാൽ പോട്ട് മക്കളെ എന്ന് പറയുന്നവനറിയാം. അതുകൊണ്ടാണ് പറയാം. പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറയുകയാണ്, കണ്ണാടി വണ്ടി ഇടിച്ചാൽ കണ്ണാടിയേ പോകത്തുള്ളൂ, കണ്ണാടിയുടെ പേര് വഴക്കുണ്ടായി എന്തിനെ ബാധിക്കും? നിത്യത്തെ ബാധിക്കും. ഏതാ വലുത്? അതോ കണ്ണാടിയാണോ? വണ്ടിയെ തട്ടുമ്പോൾ അറിയാം നിത്യതയുടെ വെളിച്ചം. വണ്ടിയിലൊന്നും ഒരേയും ഒന്നും വേണ്ട. ഞാൻ ചിലരുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചാരി നിന്നപ്പോൾ ഉണ്ടല്ലോ, ആ യോഗത്തിന് ഇറങ്ങി വന്നവർ എന്നെ ഒരു നോട്ടം നോക്കി. ഞാനങ്ങ് ഉരുകിപ്പോയി. ആ വണ്ടിയിലൊന്നും ചാരി നിന്നപ്പം തന്നെ എന്തോ നോട്ടാ. അപ്പോൾ വണ്ടിയിലൊന്നും തട്ടുമ്പോൾ അറിയാം ഇല്ലേ? ഏതായാലും ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്ന് പറഞ്ഞ്, മക്കളെ പോട്ട് മക്കളെ, എന്നാ മക്കളെ എന്നൊക്കെ ചോദിച്ച് അവൻ അങ്ങ് ശാന്തനായി. അപ്പോൾ അവന് ഞാൻ പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണം. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു, പിന്നെ നമുക്ക് അപ്പനെ അങ്ങ് പണിയാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തിരിച്ച് വരാൻ നേരത്ത് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, പൈസ തരാതെ വണ്ടി എടുക്കരുത്. ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ ചൂടാകുമൊന്നും വേണ്ട, നമുക്ക് പൈസ തരാം. ഒരു കാര്യം ചെയ്യാൻ, എൻ്റെ ഇപ്പം പൈസ ഇല്ല, മോനൊന്ന് പോയിട്ട് ഷോറൂമിൽ തിരക്ക്, ഇൻഷുറൻസ് കിട്ടുമോ നോക്ക്, ഇല്ലെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ എൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ, എൻ്റെ പേര് പ്രിൻസ് തോമസ് എന്നാണ്, റാന്നിയിലുള്ളൊരു പാസ്റ്ററാണ്, യൂട്യൂബിലൊക്കെ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും ഇതിൻ്റെ ഈ കണ്ണാടിയുടെ പേര് എനിക്ക് നമ്പറൊന്നും മാറ്റാൻ ഒക്കത്തില്ല, അപ്പോൾ ഞാൻ മോനെന്നെ വിളിച്ചാൽ മതി. ശരി അങ്കിളെ, ഇതൊക്കെ അവനങ്ങ് ശാന്തനായി. നല്ലൊരു കുഞ്ഞ്, അവനങ്ങ് പോയി. ഞാൻ അവനെ വൈകിട്ട് വിളിച്ചു, മോനെ പൈസ വേണ്ടേ? അങ്കിളെ നാളെ പറയാം. രാവിലെ ഞാൻ വിളിച്ചു, മോനെ പൈസ വേണ്ടേ? അപ്പോൾ അവൻ പറഞ്ഞു, പൈസ വേണ്ടങ്ങളെ. ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? വേണ്ടങ്ങളെ. പിന്നെയും ചോദിച്ചു, എന്നാ കാര്യം? മോനെ വേണ്ടങ്ങളെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ അമ്മയോട് അവൻ ചെന്ന് പറഞ്ഞു, ഒരു പ്രിൻസ് റാന്നി പാസ്റ്ററാണ്. അമ്മ പറഞ്ഞു കാണും, പുള്ളിയുടെ പൈസ മേടിച്ചാൽ പുള്ളി ഇരുന്ന് കരയും. സംഭവം എനിക്കറിയത്തില്ല. ഏതായാലും പൈസ വേണ്ട. എടാ മക്കളെ, അങ്ങനല്ല, വേണ്ട. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി പ്രിയരെ. ഒരു ഭയങ്കര ഒരു സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കാനഡയിൽ ഈ അടുത്തിടയ്ക്ക് അപ്പോൾ എനിക്ക് നമ്മുടെ ടോം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ പിന്നെ സോഷ്യൽ അറിഞ്ഞു. എവിടെയാണ്? ഞാൻ ചോദിച്ചു, മോനാരാ? അല്പം പറഞ്ഞ്, അന്ന് വണ്ടി ഇടിച്ച മോനാ. ഉയ്യോ, ആ കൊച്ചിലെന്നെ ഒരു ദിവസം മൊത്തം കൊണ്ട് നടന്നു. എന്തുമാത്രം അവൻ എന്നെ കൊണ്ട് നടന്നറിയാം. ഞാൻ അവനോട് ചൂടായിരുന്നെങ്കിൽ അവൻ എന്നെ തിരിഞ്ഞു നോക്കൂ ഇല്ല. അപ്പോൾ ഏറ്റവും വലുതേതാ? നിത്യതയാണ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തേക്കരുത്. ഈ നിത്യതയെ ബാധിക്കുന്നുള്ളതിന് എനിക്ക് രണ്ടാമത് കിട്ടിയൊരു തെളിവ്, അത് എൻ്റെ ശുശ്രൂഷാനുഭവമാണ്, ഉപദേശമല്ല, ശുശ്രൂഷാനുഭവം. രണ്ടാമത് കിട്ടിയൊരു തെളിവ്, ഒരു വിശ്വാസി കുടുംബം അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടായിട്ടും ഇവർ ചീത്ത വിളിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ അപ്പം എൻ്റെ സഭയിൽ ഈ കാര്യം പറഞ്ഞപ്പം അവർ നല്ല ചീത്ത വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയപ്പൻ എന്നോട് പുറകെ വന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത്, നല്ല ചീത്തയെന്ന് പറയരുത്, കാരണം ചീത്തയും നല്ലതും കൂടെ എന്ത് ചെയ്യത്തില്ല. നമ്മൾ ഈ രണ്ട് നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷവും ഭയങ്കര ഒന്നാണോ? അല്ല. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയാനകം, ഭീകരം, അതാണ് അതിലർത്ഥം. സന്തോഷം ഭീകരമാണോ? അല്ല. അതുകൊണ്ട് നല്ലത് എന്ന് പറയത്തില്ല. ഏതായാലും ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരൻ വന്ന് പറഞ്ഞു, എൻ്റെ പൊന്ന് പ്രിൻസേ, എന്തോ ആരെന്നറിയാം, അവർ അങ്ങ് അസഭ്യ പൂര വർഷമായിരുന്നു. അപ്പോൾ ഇവൻ ചെറുപ്പക്കാരനായിരുന്നുകൊണ്ട് നമുക്കറിയാവുന്നൊരു കൊച്ചനായിരുന്നുകൊണ്ട് വിളിച്ച ഭാഷയല്ല എന്നോട് പറഞ്ഞു. നമ്മുടെ പ്രായത്തിലുള്ള ഒരാളാണ്, നമ്മൾ ചമ്മയിന്ന് കേൾക്കുക. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഇവരെടുക്കലൊന്ന് പോയി പറയണം. പക്ഷേ പിന്നത്തെ ഇതിലൊരു പ്രശ്നമുണ്ടായി. ഈ ചിലർ പാഷന്മാരുടെ ഞാൻ വായിച്ചാൽ അറിയാം, ചിലരെ നമുക്ക് തിരുത്താം, ചിലരെ നമുക്ക് തിരുത്താൻ ഒക്കുമോ? ഇല്ല. തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരെ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ചിലയിടത്ത് നമുക്ക് മൗനം പാലിക്കാനും. അപ്പോൾ ഈ വിഷയം എനിക്കറിയാം, അവർ തിരുത്താനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ്, ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി പോകുമ്പോൾ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരുണ്ട്. അതിൽ കുറേ ഒരു ബിസിനസ്സുകാരനൊരു സഹോദരനുണ്ട്. അദ്ദേഹം ബിസിനസ്സുകാരനാണെങ്കിലും കൃപാവരങ്ങളുള്ള ഒരാളാണ്. ഭാഷകളുടെ വ്യാഖ്യാനവും പ്രവചനവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ കൂടെ അവിടെ പോയിരുന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഇത്രയും സൗകര്യമല്ലേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പായിട്ടു പ്രാർത്ഥിച്ചു, പാട്ട് പാടി. ഇവർ ഭയങ്കര ആരാധനയാണ്, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് കത്തി കയറിയപ്പോൾ എൻ്റെ കൂട്ടുന്ന സൗകര്യം പറഞ്ഞു, എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, നിർത്തിയേക്കാം, പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഇത്രയും നല്ല ആരാധന നടന്നപ്പോൾ ഇദ്ദേഹം എന്തിനാണ് എന്നോട് പറയുന്നത്?
പുള്ളി പിന്നെ അങ്ങ് മൂഡ് ഓഫ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു തരത്തിൽ വൈൻഡപ്പ് ചെയ്ത് ഞാനിങ്ങ് ഇറങ്ങി. പോരാന്നേരത്ത് ഞാൻ ചോദിച്ചു എന്നെ പറ്റി നല്ല ആരാ തനിക്ക് എന്തായിരുന്നു? അപ്പോൾ എന്നോട് ചോദിച്ചു ഇവർ ഈ അടുത്തിടയ്ക്കാണ് വല്ല വഴക്കോ ചീത്തയോടെയോ വല്ലതും ഉണ്ടായോ? ഞാൻ ചോദിച്ചു എന്നാ കാര്യം? എൻ്റെ പൊന്ന് പ്രിൻസെ അന്യഭാഷ വിളിച്ചത് മുഴുവൻ പച്ചത്തെറിയാണ്. വ്യാഖ്യാനിച്ചു. അപ്പം പുള്ളി വ്യാഖ്യാനിച്ചു തെറിയാണ്. പുള്ളിക്ക് വ്യാഖ്യാനപരം ഉണ്ടായിരുന്നു. അപ്പം ചീത്ത വിളിച്ചിട്ട് കയറുന്ന അന്യഭാഷ പറഞ്ഞതാ ദുരാത്മാവ് കയറി പിടിച്ച്. ആരും അറിയത്തില്ല. അപ്പോൾ ഒരു വാക്ക് പോലും നിത്യതയെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ വേണം അന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് പ്രവാസകാലം എങ്ങനെ കഴിക്കണം? ഭയത്തോടെ കഴിക്കണം. സത്യത്തിൽ ഇത് ഞാൻ എന്നോട് പറയാം. എന്നോട് കർത്താവ് ഈ ദിവസങ്ങൾ പറയുന്നുണ്ട് ക്രൂശിലങ്ങ് മറഞ്ഞിരുന്നാൽ മതി. അധികം ആരും അറിയാതൊക്കെ ഇരിക്കുന്നതാണ് കുറച്ചൊക്കെ നല്ലത്. ഈ പബ്ലിസിറ്റിയും കാര്യങ്ങളും ബഹളവും എല്ലാം അതും ഒരു അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങ് അഹങ്കാരിയാവും. ഈ അഹങ്കാരികളോട് കർത്താവ് എന്ത് ചെയ്യും? എതിർത്തില്ല. എനിക്ക് തന്നെ ഇപ്പം പേടിയാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വട്ടം വരുമ്പോൾ കുറേ നാൾക്ക് മുമ്പാണ് ഭയങ്കര ഒരു ഫ്ലെക്സ്, അത് ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലെക്സ് എൻ്റെ കാണുന്നു. പാസ്റ്റർ പ്രിൻസറാണ് നീ പ്രസംഗിക്കുന്നത്. അപ്പം വണ്ടി ഓടിച്ച പയ്യൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് റിവേഴ്സ് എടുത്തിട്ട് അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കും. ഭയങ്കര ഫ്ലെക്സാണ്. എന്തുവേണം മോനെ? അച്ഛൻ്റെ ഫ്ലെക്സ് അവൻ എടുക്കുകയാണ്. ഭയങ്കര ഒരു ഫോട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ആരാ? അടിച്ച് കെട്ടി ഞങ്ങളെല്ലാം കിളത്തി അവിടെയൊക്കെ ഇട്ടേക്കുക. അവസാനം അന്നെങ്ങാണോ അറിയത്തില്ലെന്ന് വല്ലതും പറഞ്ഞു പിന്നെ ഈ കുണ്ട്ര വഴിക്ക് വല്ലതും വന്നേ ഓടിച്ചിട്ട് തല്ലത്തില്ലേ? അപ്പോൾ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്തായിരിക്കണം? അന്ന് അവൻ എന്നെ എന്ത് ചെയ്യണം? അറിയണം അല്ലേ? അവിടുന്ന് തന്നെ അറിഞ്ഞില്ല പിന്നെ നമ്മളെന്തിനാണ് ഈ കഷ്ടപ്പാടല്ല. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ നിത്യതയ്ക്ക് കോട്ടം വരുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് നമ്മൾ മാത്രം പോയാൽ മതിയോ? പോരാ. നമ്മുടെ പിള്ളേരന്നില്ല എന്തൊരു സങ്കടമായിരിക്കും. അവിടെയാണ് ഈ ആത്മഭാരം ഉണ്ടാകുന്നത്. നമ്മുടെ മക്കളന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ കഷ്ടപ്പാട്? നമ്മുടെ പ്രിയപ്പെട്ടവനന്നില്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പ് അന്ന് അവിടെ ഇല്ലാതെ പോയാൽ. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാരെ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്. ഞങ്ങൾ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ കുടുംബത്തിലുള്ളവരെ എല്ലാം പിടിക്കും. അത് ഈ വർഗസ്നേഹം കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ ആത്മഭാരം കൊണ്ടാണ്. കാരണം നമ്മളറിഞ്ഞ സത്യം അവരറിയണ്ടേ, ആ ഒരു ദർശനം ഉണ്ടാകണ്ടേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് 4 ദിക്കിലോട്ടും കൈ നീട്ടി ആത്മഭാരത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച്. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ കെടുതികളിൽ കൂടെയൊക്കെ പോകുമ്പോൾ സ്വാധീനങ്ങളിൽ അവരുടെ വിശ്വാസം തള്ളിപ്പോകരുത്, വിശ്വാസത്യാഗം വരരുത്. ദൈവമേ എല്ലാവരും അന്ന് അവിടെ കാണണ്ടേ, നമ്മളെല്ലാവരും ഒന്നിച്ചവിടെ ഇരിക്കണ്ടേ, തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിക്കണ്ടേ. അതിനുവേണ്ടി എല്ലാവരും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് കർത്താവേ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരായല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളറിയണ്ട. രക്ഷിക്കപ്പെടാത്ത നമ്മുടെ എല്ലാ മക്കളും ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെടണം. പോരാ, അവർ നിത്യതയുടെ വേല ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടപ്പുറപ്പുകൾ രക്ഷിക്കപ്പെടണം. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ നിത്യതയുടെ ആ ഒരു വലിയ വെളിച്ചം അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ കത്താനായിട്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മുടെ നിത്യതയ്ക്ക് കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെട്ടേക്കരുത്. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്യരുത്? ഇടപെടരുത്. അടുത്ത ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. ഞാനത് വളരെ ഹൃദയംഗമായിട്ട് പറയുകയാണ്. ഞാനിന്നത് പൗരോഷനി പങ്കുവെച്ചൊരു കാര്യമാണ്. ഞാനൊരു സമൂഹത്തിൽ നിൽക്കുകയാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സമൂഹമാണ്. പക്ഷേ അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി. എനിക്ക് മനസ്സിലായി മനഃപൂർവ്വമായ ഒരു, നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പണ്ടത്തെ നാട്ടുകാർ പറയത്തില്ല, എടാ അരിയാഹാരം കഴിച്ച ഏവർക്കും ഇതൊക്കെ എന്ത് ചെയ്യുക അറിയാമെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മനസ്സിലായി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ പ്രതികരിക്കുക. ഒന്നിൽ നമ്മൾ വാക്കുകൊണ്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും, ആ പരിസരം വിട്ടങ്ങ് പോകും. ഇത് രണ്ടും ഏത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഞാൻ ദൈവാത്മാവിനോട് പറയാം, പോയി ക്രൂശ് മറഞ്ഞിരിക്കുക, ക്രിസ്തുവിൽ മറഞ്ഞെന്ത് ചെയ്യുക? ഇരിക്കുക. ആരും കണ്ടില്ലേലും ആര് കാണും? ഇത് ക്രൂശ് മറഞ്ഞിരിക്കുന്നവനെ ആര് അവോയ്ഡ് ചെയ്താൽ അവൻ എന്നെ പ്രശ്നം. അന്നേരം ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, നീ എന്നെ അവോയ്ഡ് ചെയ്താലും കൊള്ളാം, അവോയ്ഡ് ചെയ്താലും കൊള്ളാം, എനിക്ക് ടെൻഷൻ അടിക്കാൻ നേരെയില്ല. ഞാൻ ഇതിൻ്റെ പേര് സങ്കടപ്പെടുത്തുകയില്ല. കാരണം നമ്മൾ എവിടെ ഇരിക്കണം? ക്രൂശിൽ മറഞ്ഞിരിക്കണം. ഏറ്റവും വലിയ കാര്യം കർത്താവ് എന്നെ അറിയണമെന്നുള്ളതാണ്. കർത്താവ് എന്നെ അറിയണം. ഈ ബഹളമൊക്കെ കാണിക്കുന്ന പലരെയും കർത്താവ് അറിയത്തില്ല കേട്ടോ. എന്നാൽ കർത്താവ് അറിയുന്ന ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നമുക്ക് ഒരുമിച്ച് ഒന്നും പ്രാർത്ഥിച്ച് ലളിതമായൊരു ജീവിതമൊക്കെ നയിച്ച് ഈ വലിയ ജാടയും ബഹളവും ഒന്നും കാണിക്കാതെ, കർത്താവെ ആര് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞാൽ മതിയല്ലോ. കർത്താവ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഇവിടെ ആര് തള്ളാനാ? അവനെന്താ അക്സെപ്റ്റൻസ് ആവശ്യം? അവനിതൊന്നും ഒരു വിഷയമേ അല്ല. അവൻ്റെ ഏക ലക്ഷ്യം കർത്താവ് അറിയണം എന്നുള്ളത് മാത്രമാണ്.
ആരറിഞ്ഞാൽ എന്താ, കർത്താവ് അറിഞ്ഞില്ലെങ്കിൽ എന്താ പറയാനും? ആരറിഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞെങ്കിൽ പിന്നെ അതുപോലെ. ഒറ്റ വാക്ക് കേൾക്കാൻ പ്രാർത്ഥിച്ചോണേ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ വിശ്വസ്തനായിരുന്നൊരു വാക്ക് അവിടുത്തെ സന്നിധിയിൽ നിന്ന് കേൾക്കണം ആ ദിവസത്തിൽ. അത് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായിട്ട് അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്ന ലോകം അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അടുത്ത വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായിത്തീരാം? ദൈവ മക്കളായിത്തീരാം. ദൈവ മക്കളായിത്തീരാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തായിത്തീരാം? മക്കളായിത്തീരാം. ആരൊക്കെ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭൗതികമായ, ബുദ്ധിപരമായ, ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വസിക്കാൻ വലിയ പാടൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരും വിശ്വാസികളല്ലേ. നമ്മുടെ എല്ലാം ബഹുമാനത്തോടെ രാവിലെ പ്രൈവറ്റ് ബസ് എടുക്കുമ്പോൾ അവർ 3 വണ്ടി നിർത്തും. എവിടൊക്കെയാണ്? അമ്പലത്തിൽ നിർത്തും. വിത്ത് ഓൾ റെസ്പെക്റ്റ്. അവർ മോസ്കിൻ്റെ അവിടെ നിർത്തും. എവിടെയും നിർത്തും? കുരിശടി നിർത്തും. ചിലയിടത്തൊക്കെ പൈസ ഇങ്ങനെ എറിയുമ്പോൾ അകത്ത് വീഴത്തില്ല. അത് പുറത്തെടുക്കാൻ രാവിലെ നിൽക്കുന്നവരുണ്ട്. കാരണം ഈ ചില അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ കൃത്യം ഏതാ അതിൻ്റെയൊക്കെ ഇതൊക്കെ രാവിലെയൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്നാൽ പോലും എൻ്റെ പൊന്നു പ്രിയരെ, അവരൊക്കെ വിശ്വാസികളാണ്, വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെ വിശ്വാസമാണ്. വിശ്വാസം ബുദ്ധിപരമാണ്. പക്ഷെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് എന്തല്ല, ബുദ്ധിക്ക് അപ്പുറമുള്ളൊരു കാര്യം. കർത്താവ് പറഞ്ഞ് വിശ്വസിച്ചാൽ മക്കളാകുന്നല്ല, പിന്നെന്താ? അവനെ കൈക്കൊള്ളുക എന്ന്. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. അത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയാണ്. ഇപ്പം വീണ്ടും ക്രിസ്മസ് വരിക. അത് ക്രിസ്മസിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷമല്ലേ. അങ്ങനെ പാശ്ചാത്യ ലോകത്തോടടുത്ത് ക്രിസ്മസ് നടക്കുക. അപ്പോൾ പള്ളിക്കൂടം ഉണ്ട്. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, പള്ളിക്കൂടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ പള്ളിക്കൂടത്തിലെ ആ പള്ളിയുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളും ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യണം. അതിനുവേണ്ടി ഈ 8ാം ക്ലാസ്സിലെ ആ പള്ളിക്കൂടത്തിലെ 8ാം ക്ലാസ്സിലെ പിള്ളേരോട് ആവശ്യപ്പെട്ടത് ഒരു നാടകം റെഡിയാക്കാൻ. അപ്പോൾ അവർ നാടകം റെഡിയാക്കി തിരുപ്പിറവി നാടകമാക്കിയപ്പോൾ അവിടെ മുമ്പിൽ വലിയൊരു പ്രശ്നം വന്നു. എന്നാ കാര്യം ചോദിച്ചാൽ, ആ ക്ലാസ്സിൽ വളരെ സ്ലോ ആയിട്ടൊരു കുഞ്ഞുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ മക്കളൊക്കെ പല രീതിയിലാണ്. ഒന്ന് ഹൈപ്പറാണ്, മറ്റൊന്ന് സ്ലോയാ, പിന്നെ നോർമൽ. ഇത് ഹൈപ്പറൊക്കെ ഇപ്പോൾ അമ്മമാരൊക്കെ ഭയങ്കര ടെൻഷനാണ്. കൊച്ചു ഭയങ്കര ഹൈപ്പറാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. ഞാനപ്പം പറയും, സങ്കടപ്പെടുമൊന്നും വേണ്ട. നമ്മുടെ കാലത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാം ഹൈപ്പറായിരുന്നു. പക്ഷെ അന്ന് ഹൈപ്പറെന്നൊന്നും അറിയത്തില്ല, മെനയാണ്. ഈ മെന പിടിച്ച സാധനങ്ങളില്ലായിരുന്നു. അവരുടെ ഹൈപ്പറില്ല, അവരെല്ലാം ഓക്കെ ആയില്ലേ? അങ്ങനെ ഓക്കെ ആയി. അച്ചായനടിച്ചു, അമ്മയടിച്ചു, സാറടിച്ചു. എന്തിനേറെ ചർച്ച വരുമ്പം പാസ്റ്ററപ്പച്ചൻ്റെ കയ്യിലും എന്തോ ഉണ്ട്. വടി എന്ത് അടിയാണ് കിട്ടിയത്. അടി കിട്ടിയ ഹൈപ്പറല്ല എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല, അവരൊക്കെ ഓക്കെ ആയില്ലേ? കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയി. ഇപ്പം തന്നെ നല്ല മിടുക്കരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങ് ശരിയാവും. പിന്നെ സ്ലോയാ അതിനകത്ത് പേടിക്കേണ്ടൊന്നുമില്ല. നമ്മൾ സ്ലോ എന്ന് പറയുന്ന പണ്ടത്തെ മൊണ്ണയാണ്. പക്ഷെ മൊണ്ണയ്ക്ക് എന്താ പറ്റി? മൊണ്ണയ്ക്കൊന്നും പറ്റിയില്ല. മൊണ്ണ മിടുക്കനായിട്ടൊക്കെ ജീവിക്കുന്നു. മിടുക്കനെന്താ പറ്റി? മിടുക്കനെക്കാട്ടും മിടുക്കരായി. ആര്? മൊണ്ണ. എംടെക്കുകാരന് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ അവന് സ്പാനർ തിരിക്കാൻ അറിയത്തില്ല. ഈ വണ്ടി ശരിയാക്കണേ ആര് വേണം? മൊണ്ണ. അവന് ഈ ടെക്നിക്ക് തിയറി അറിയത്തില്ലെങ്കിൽ ഏത് വണ്ടിയും അതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുക. അതാണ് ഈ അവൻ്റെ വണ്ടി എടുക്കലേ വണ്ടി കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തിനെങ്കിലുമൊക്കെ മിടുക്കരാകും. അപ്പോൾ നമ്മളിതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നവരും മിടുക്കരായിരുന്നു, ഡോക്ടറോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ആയി. 2ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് ഈ PSC ടെസ്റ്റ് എഴുതി LD ക്ലാർക്കൊക്കെ ആയിരുന്നു, അത്യാവശ്യം. 3ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് ഈ മെമ്പറോ LC സെക്രട്ടറിയോ ബ്ലോക്ക് മെമ്പറോ ഒക്കെ ആയത്. 4ാമത്തെ ബെഞ്ചിൽ ഇരുന്ന ആരായി? ഉപദേശിയായി. ഏറ്റവും ഉഴപ്പരൊക്കെ ആരായി? ഉപദേശിയ. നമുക്കെന്താ പറ്റി? ഏറ്റവും പുറകിലത്തെ ബെഞ്ചായിരുന്നവർ ആരാന്ന് അറിയാമോ? നല്ല ഒന്നാം തരം പാസ്റ്റർ കൊച്ചമ്മയായി. പാസ്റ്റർ കൊച്ചമ്മയാകാൻ 2 കാര്യം മതി. ഒരാൾ ശബ്ദം ഉയർത്തി പാടാന്ന് പറയുമ്പോൾ ഒറ്റ പാട്ട്, പിന്നൊരു പ്രാർത്ഥന, പിന്നെ ആ വാതിൽ നിന്ന് എല്ലാവരും ചിരിച്ച് കാണിച്ചു മക്കളെ, അത്രയൊക്കെ മതി. 2 മക്കളെ വിളിച്ച് ആരായി? പാസ്റ്ററമ്മച്ചി. അയ്യോ, പിന്നെ എൻ്റെ ഞങ്ങളുടെ അമ്മച്ചി എന്ത് മദറമ്മ എന്നോ നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണെന്നറിയാമോ? അത്രയൊക്കെ മതി. അപ്പോൾ ആർക്കും ദോഷം വന്നേ, ആർക്കും ദോഷമൊന്നും വന്നില്ല. എന്നാലും ഒരു സ്ലോ ആയൊരു കൊച്ചുണ്ട്. അപ്പോൾ അവൻ ഇത് പഠിക്കാൻ പാടാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവനെ അങ്ങ് ഒഴിവാക്കിയേക്കാം. അപ്പം ചെല്ല് പറഞ്ഞ് അത് മോശമാണ്, കാരണം ഒരു പാവം പിടിച്ചവനെ ഒഴിവാക്കിയാൽ ഈശോ സഹിക്കുമോ? ഇല്ല. അപ്പോൾ അവനെ കൂടെ ചേർത്ത്. അപ്പോൾ അവനൊരു ചെറിയ റോള് കൊടുത്തു. റോൾ ഇത്രയേ ഉള്ളൂ. ജോസഫ് മറിയത്തെയും കൊണ്ട്, തിരുപ്പിറവിയാണ്, ജോസഫ് മറിയത്തെയും കൊണ്ട് വരുന്നുണ്ട്. മറിയത്തെയും കൊണ്ട് വരുമ്പം സത്രത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടുമ്പോൾ കഥവ് തുറക്കണം. അവൻ്റെ പേര് വാലസെന്ന. കഥ തുറന്നിട്ട് അവൻ ചോദിക്കും, ഇവിടെ സ്ഥലം തരാമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്ഥലമില്ലെന്ന് പറയണം. അത്രയും ചെയ്താൽ മതി. അപ്പം കഥ അടച്ചാൽ മതി. നാടകം തുടങ്ങി, കട്ടം പൊങ്ങി ജോസഫ് മറിയത്തെയും കൊണ്ട് വരികയാണ്. മറിയം ഭയങ്കര ക്ഷീണിതയാണ്. വരുമ്പം ഇവർ വന്ന് മുട്ടി കഥവ് തുറന്നിട്ട് ചോദിച്ചു, ഇവിടെ സ്ഥലം തരാമോ? സത്യത്തിൽ ഇല്ലെന്ന് പറയണം. ഈ വാലസ് പാവമല്ല, അവൻ നാടകമാണെന്ന് മറന്നുപോയി. അവൻ ഇവരെ നോക്കിയിരുന്ന് അങ്ങ് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ടീച്ചർമാർ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞ്, വാലസ് ടെൽ നോ പ്ലേസ്. നമ്മൾ ഈ സഭായോഗത്തിന് പിള്ളേർ വാക്യം പറയത്തില്ല, മനപ്പാട വാക്യം. അവരാണോ പറയുന്നത്, അമ്മയാണോ പറയുന്നത്? അവരാണോ പറയുന്നത്, അമ്മയാണോ പറയുന്നത്? അമ്മയാ. യഹോവ
എൻ്റെ അതിങ്ങോട്ട് നോക്കി പറയുന്നതല്ലേ ഇവരിരുന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞു നോ പ്ലേസ് എന്ന്. കഥ അടയ്ക്കണം. പക്ഷേ ഇവൻ കഥ അടച്ചില്ല. ജോസഫ് മറിയ ഇറങ്ങിപ്പോയി. ഇറങ്ങി ഇച്ചിരി അങ്ങോട്ട് നടന്ന ഇവനങ്ങ് കരഞ്ഞു. വാലസിന് അങ്ങ് സങ്കടം വന്നു. വാലസ് കൈകൊട്ടി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കട്ടിൽ തന്നേക്കാന്ന് പറഞ്ഞു. നാടകം തീർന്നു. ഇനി ഇടയന്മാർ വരണം, വിദ്വാന്മാർ വരണം, പൊന്നും മൂരും കുതിരക്കും കാഴ്ച എന്തെല്ലാം കാര്യമുണ്ട്. അതെല്ലാം ഇനി എന്തോ ചെയ്യും. പക്ഷേ അവിടെ കുറച്ച് ഒരു നിശബ്ദത. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു. ഏറ്റവും നല്ല നാടകമായി. ഈ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അവൻ പറഞ്ഞു എൻ്റെ കട്ടിലങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതിൻ്റെ പേരായി രക്ഷിക്കപ്പെടാന്ന് പറയുന്നു. ഈ ബുദ്ധിമാന്മാരെ കൊണ്ട് നോക്കത്തില്ല. ഒരു ബുദ്ധി വലിയ ഇല്ലാത്തൊരു പറയും ഇവിടെ ഇടമുണ്ടെന്ന്. എവിടെ ഇവിടെ എവിടെ എവിടെ നെഞ്ചത്തോടെ കൈ വെച്ചിട്ടെന്ന് പറഞ്ഞേ ഇവിടെ എൻ്റെ കർത്താവിന് ഇവിടെ ഇടമുണ്ടെന്ന് പറയുന്നതിൻ്റെ പേരാണ് രക്ഷിക്കപ്പെടുക. ഇവിടെ ഇടമുള്ളവരൊക്കെ പ്രിയമുള്ളവരെ ഇവിടെ അല്ല. ഇൻ്റലക്ച്വലി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇൻ്റലക്ച്വലി അറിഞ്ഞാൽ പോരാ, ബുദ്ധിപരമായിട്ട് അറിഞ്ഞാൽ പോരാ. ഹൃദയത്തിലോട്ട് അറിവ് താഴെ വരണം. ആ അറിവ് ഹൃദയത്തിൽ വരുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ പറയുന്ന പേരാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുക. അത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചേക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് വലിയ ബുദ്ധിമാന്മാർക്ക് ഒത്തില്ലെങ്കിൽ ഒത്തിരി പാവങ്ങൾ പറഞ്ഞു. ഒരിക്കൽ ഒരു യോഗത്തിന് വെച്ചായിരിക്കാം, ഒരു കവലപ്രസംഗത്തിലായിരിക്കാം, ഒരു വചനം കേട്ടപ്പോഴായിരിക്കാം, ഒരു ലഘുലേഖ വായിച്ചപ്പോഴായിരിക്കാം അവർ പറഞ്ഞു എൻ്റെ ഹൃദയം കർത്താവിനാണ്. ആ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നു. അവനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തെ വിശ്വസിക്കുക. അവരാരായി മാറി? ദൈവ മക്കളായി മാറി. എല്ലാവരും പറഞ്ഞേ ആരായി മാറി? മൂന്നാമത്തെ ഒന്ന് ആ വരവിന് അറിയപ്പെടണം. രണ്ട് ബുദ്ധിപരമല്ല, ഇൻ്റലക്ച്വൽ അല്ല, അതിനപ്പുറത്തുള്ളൊരു അറിവ്. മൂന്നാമത്തെ ഒരു കാര്യം അവർക്ക് എന്താ പദവി കിട്ടിയത്? ഇങ്ങനെ കൈക്കൊണ്ടവർ ആരായി മാറി? അവൻ്റെ മക്കളായി മാറി. ആ വാക്യം എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞ് അവനെ കൈക്കൊണ്ട് ഏവർക്കും എന്തായി തീരാം? ദൈവ മക്കളായി തീരും.